സൈബർ അധിക്ഷേപ കേസിൽ കോടതിയെ സമീപിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. വിവരങ്ങളുമായി പ്രജിത് മോഹനുണ്ട്. പ്രജിത്, വിശദാംശങ്ങൾ. ഈ പീഡനത്തിനെതിരായ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കേസിലെ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ, 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. ഈ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സന്ദീപ് വാര്യരെയും കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കസ്റ്റഡി അപേക്ഷയുമായി തിരുവനന്തപുരത്തെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ യുവതിയുടെ ഒരു ഫോട്ടോ, അവരുടെ വിവാഹ ചിത്രങ്ങൾ സന്ദീപ് വാര്യർ ഷെയർ ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. പിന്നീട് ഇതിനെ സംബന്ധിച്ച് ഒരു കുറിപ്പ് ഇടുകയും ഈ കുറിപ്പിട്ടതിന് ശേഷം, അതായത് ഈ പറയുന്ന യുവതിയുടെ ചിത്രങ്ങൾ താൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു, അവരുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു, ആ ചിത്രങ്ങളാണ് ഷെയർ ചെയ്തത്. ഇപ്പോൾ പലരും ആവശ്യപ്പെട്ടതിനാൽ ആ ചിത്രങ്ങൾ നീക്കം ചെയ്യുകയാണെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു. എന്നാൽ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് സന്ദീപ് വാര്യർ ഈ ചിത്രങ്ങൾ റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ നീക്കമുണ്ടെന്നുള്ള സംശയം പോലീസിനുണ്ട്. അതിനുശേഷം ആ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ കേസ് എടുത്തത്. എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം കോടതിയെ സമീപിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഈ അപേക്ഷ പരിഗണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഉടനെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ദൃശ്യം.